എന്ന് നോക്കി വരാം. നമ്മുടെ ജൻസികൾ അസ്വസ്ഥരാണ്. അവർ വല്ലാതെ അസ്വസ്ഥരാണ് കേട്ടോ. കാരണം കേന്ദ്ര സർക്കാർ ഉറപ്പുകൾ പാലിക്കുന്നില്ല എന്നതാണ് ജൻസി ഇന്നലെ വൈകുന്നേരവും ആവർത്തിക്കുന്നത്. അങ്ങനെ കേന്ദ്ര സർക്കാർ ഉറപ്പുകൾ പാലിച്ചില്ലെങ്കിൽ വീണ്ടും പ്രക്ഷോഭത്തിന് കോക്രോച്ച് ജനതാ പാർട്ടി ഒരുങ്ങുന്നു. കേസുകൾ പിൻവലിക്കുന്നതടക്കമുള്ള ധാരണകൾ എഴുതി നൽകാൻ സർക്കാരിന് നൽകിയ സമയപരിധി ഇന്നലെ കൊണ്ട് അവസാനിച്ചു. എഫ്ഐആറുകൾ പിൻവലിച്ചില്ലെങ്കിൽ വീണ്ടും സമരമുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. ഇതിനിടെ സുപ്രീം കോടതിയിൽ നിന്ന് വന്ന ഉത്തരവിൽ ജൻസി അസ്വസ്ഥരാണ്. പ്രതിഷേധക്കാർക്കെതിരെ കേസുകൾ തുടരാം എന്ന് സുപ്രീം കോടതി ഉത്തരവ്. ഇത് സ്വീകാര്യമല്ല എന്നാണ് CJP പറയുന്നത്. പാർലമെന്റിലും പ്രതിപക്ഷം പ്രതിഷേധം കടുപ്പിക്കും. വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് അതിക്രമത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസ്താവന നടത്തണമെന്ന ആവശ്യത്തിൽ ഉറച്ച് പ്രതിപക്ഷം. പക്ഷേ അമിത്ഷായെ പാർലമെന്റിൽ കാണാനില്ല. പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ലിൽ ചർച്ച ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ആദിൽ പാലോടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആദിൽ, വെരി ഗുഡ് മോർണിംഗ്. ആദിൽ, നമ്മുടെ ജൻസികൾ അസ്വസ്ഥരാണ്, പാർട്ടികൾ അസ്വസ്ഥരാണ്. പല കാരണങ്ങളുണ്ട് അവർക്ക് അസ്വസ്ഥപ്പെടാൻ. അവർക്ക് നൽകിയ ഉറപ്പ് കേന്ദ്ര സർക്കാർ എഴുതി നൽകിയിട്ടില്ല. അതിനുള്ള സമയപരിധി ഇന്നലെ അവസാനിച്ചു. ഇന്നലെ സുപ്രീം കോടതിയിൽ ഈ കേസ് പരിഗണിക്കുന്ന സമയത്ത് എഫ്ഐആറുകൾ പിൻവലിക്കുന്ന കാര്യത്തിൽ സുപ്രീം കോടതിയിൽ നിന്ന് വന്ന ഉത്തരവിലും അവർ അസ്വസ്ഥരാണ്. CJP ഇന്ന് ഹൈദരാബാദിൽ മെഴുകുതിരി പ്രാർത്ഥന സംഘടിപ്പിക്കുന്നുണ്ട്. വീണ്ടും ഒരു വരവ് കൂടി വരേണ്ടി വരുമോ ആദിൽ പാലോൺ? അരുൺകുമാർ, വീണ്ടും ഒരു വരവ് വരേണ്ടി വരും എന്ന മുന്നറിയിപ്പ് കേന്ദ്ര സർക്കാരിന് CJP ഏതായാലും നൽകുന്നുണ്ട്. വീണ്ടും പ്രക്ഷോഭത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവരരുത് എന്നാണ് കേന്ദ്ര സർക്കാരിനോട് ഇന്നലെ CJP വക്താക്കൾ പറഞ്ഞു വെച്ചത്. അവർ പറയുന്നത് ന്യായവുമാണ്. കാരണം 25-ാം തീയതി ചർച്ച നടത്തി സമവായത്തിലെത്തി ഒത്തുതീർപ്പിലെത്തി സമരം പിരിച്ചുവിട്ടപ്പോൾ 28-ാം തീയതി, അതായത് ചൊവ്വാഴ്ച, ഇന്നലെ രേഖാമൂലം ഇതൊക്കെ ഉറപ്പുകൾ രേഖാമൂലം എഴുതി നൽകും എന്നതായിരുന്നു കേന്ദ്രമന്ത്രിമാരായ ജിതേന്ദ്ര സിംഗും JP നദ്ദയും CJPക്ക് കൊടുത്ത ഉറപ്പ്. പക്ഷേ ഇന്നലെ എന്നല്ല, ഇതുവരെ ഈ ഉറപ്പുകൾ രേഖാമൂലം എഴുതി കൊടുത്തിട്ടില്ല. മാത്രമല്ല FIR-കൾ പിൻവലിക്കും, FIR-കളുടെ വിവരം CJPക്ക് നൽകും എന്ന ഒരു ഉറപ്പ് കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും പല സംസ്ഥാനങ്ങളിലും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ കേസുമായി സർക്കാർ മുന്നോട്ട് പോകുന്ന സ്ഥിതി, പോലീസ് മുന്നോട്ട് പോകുന്ന സ്ഥിതിയുണ്ട്. പല പ്രവർത്തകരെയും പോലീസ് ക്രൂരമായി വേട്ടയാടുന്നു എന്നുള്ളതാണ് CJPയുടെ ആരോപണം. അതുകൊണ്ട് തന്നെ ഇനി FIR-മായി മുന്നോട്ട് പോയാൽ എഴുതി ഉറപ്പുകൾ നൽകിയില്ലെങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടി വരേണ്ടി വരും എന്ന മുന്നറിയിപ്പാണ് നൽകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ സുപ്രീം കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് FIR-കൾ രജിസ്റ്റർ ചെയ്തെടുത്ത് അന്വേഷണം വേണമെങ്കിൽ തുടരാം എന്നുള്ളതാണ്. ഇത് മുതലെടുത്തുകൊണ്ട് BJP സംസ്ഥാനങ്ങളിൽ കേസുമായി മുന്നോട്ട് പോകാനുള്ള ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നുകൂടി CJP തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി വിധിയിലും വലിയ അസംതൃപ്തി CJP പ്രകടിപ്പിക്കുന്നുണ്ട്. ഞാനിപ്പോൾ പഴയ പാർലമെന്റ് മന്ദിരമാണ് എന്റെ പശ്ചാത്തലത്തിൽ കാണുന്നത്. പാർലമെന്റിൽ ഇന്നലെ 9 മണിക്കൂറാണ് പൊതുവിദ്യാഭ്യാസ ഭേദഗതി ബില്ലിന്മേൽ ചർച്ച നടന്നത്. പ്രിയങ്ക ഗാന്ധിയൊക്കെ ആഞ്ഞടിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി ഈ ചർച്ച തുടരും. ഇന്ന് രാവിലെ തന്നെ 11 മണി മുതൽ ചർച്ച തുടരും. അപ്പോൾ രാഹുൽ ഗാന്ധി ഇന്ന് സംസാരിക്കുമെന്ന് മനസ്സിലാക്കുന്നു. അരുൺ ചോദിച്ചതാണ്, അമിത്ഷായും പ്രധാനമന്ത്രിയും എവിടെ എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. ഇന്നലെ പ്രധാനപ്പെട്ട ചർച്ചയാണ്, പ്രധാനപ്പെട്ട ബില്ലാണ് എന്ന് പറയുമ്പോഴും പ്രധാനമന്ത്രിമാരെ ഇവിടെ കാണുന്നില്ലല്ലോ എന്ന ചോദ്യം KC വേണുഗോപാൽ പാർലമെന്റിൽ ലോക്സഭയിൽ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചിരുന്നു. സമാന ചോദ്യം ഇന്നും ഉയരാൻ സാധ്യതയുണ്ട്. പോലീസ് അതിക്രമങ്ങളിൽ അമിത്ഷാ മറുപടി നൽകണം എന്ന ആവശ്യം പ്രതിപക്ഷം ആവർത്തിക്കും. ഒപ്പം തന്നെ ഈ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ കേന്ദ്രത്തെ ആഞ്ഞടിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം സംസാരിക്കുന്നത്. ഇന്ന് രാഹുൽ ഗാന്ധി സംസാരിക്കും. ഒരു പക്ഷേ പ്രധാനമന്ത്രി ലോക്സഭയിൽ എത്തിയാൽ മറുപടി നൽകാൻ, ചർച്ചയിൽ മറുപടി നൽകാനും സാധ്യതയുണ്ട്. അരുൺകുമാർ, ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൽ ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഈ CJPയെ ഇത്ര പെട്ടെന്ന് അസ്വസ്ഥരാക്കിയത്, ഇന്നലെ സുപ്രീം കോടതി ഈ വിഷയം പരിഗണിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ CJPക്ക് കൊടുത്ത ഉറപ്പ് തുഷാർ മേത്ര, നമ്മുടെ സോളിസിറ്റർ ജനറൽ, സുപ്രീം കോടതിയെ ബോധിപ്പിച്ചില്ല. സുപ്രീം കോടതി വിധി പറയുന്ന സമയത്ത് സുപ്രീം കോടതിക്ക് അറിയില്ല കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഒരു ഉറപ്പ് കൊടുത്ത വിവരം. യഥാർത്ഥത്തിൽ അത് സുപ്രീം കോടതിയിൽ പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനൊരു ഉത്തരവ് ഉണ്ടാവില്ലായിരുന്നു. ആ ഉത്തരവ് അപകടമാണ് എന്ന് CJPക്ക് അറിയാം. കാരണം രജിസ്റ്റർ ചെയ്ത FIR-കളെ അന്വേഷണം തുടരാമെന്നാണ് സുപ്രീം കോടതി ഉത്തരവ്. കേന്ദ്ര സർക്കാർ പറഞ്ഞതിന് നേരെ ഘടകവിരുദ്ധം. അതെ, ഉറപ്പായും അത് തന്നെയാണ് അരുൺകുമാർ. കാരണം കേന്ദ്ര സർക്കാർ ഇന്നലെ കേസെടുക്കുമ്പോൾ വേണമെങ്കിൽ ഇവർക്ക് പറയാമായിരുന്നു, കേസുകൾ പിൻവലിക്കാൻ തത്വത്തിൽ ഞങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്, അതിന്റെ നടപടികൾ തുടങ്ങും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും സുപ്രീം കോടതി ഈ വിധിയിലേക്ക്, ഈ പരാമർശത്തിലേക്ക് പോകുമായിരുന്നില്ല. അപ്പോൾ നിശബ്ദത പാലിച്ചതിൽ ദുരൂഹതയുണ്ട്. കേന്ദ്ര സർക്കാർ എന്തുകൊണ്ട് ഞങ്ങൾക്ക് നൽകിയ ഉറപ്പ് അത് കോടതിയിൽ പറഞ്ഞില്ല എന്നാണ് CJP ചോദിക്കുന്നത്. അത് ഇപ്പോഴത്തെ പ്രശ്നമൊക്കെ അവസാനിച്ച് പ്രതിഷേധത്തിനെത്തിയവരെ വേട്ടയാടാൻ, പിന്നീട് ഇപ്പോൾ IC ഗോസ്റ്റിനെയൊക്കെ പിടിച്ചതുപോലെ ഒരു ഘട്ടത്തിൽ വേട്ടയാടാൻ ശ്രമിച്ചേക്കും എന്ന സൂചനകൾ ശക്തമാകുന്ന പശ്ചാത്തലത്തിലാണ് CJP പ്രകോപിതരാകുന്നത്. ഒരിക്കൽ കൂടി ദില്ലിയിലേക്ക് വരാൻ അതിനുള്ള അവസരം ഒരുക്കരുത് എന്ന മുന്നറിയിപ്പ് കൂടി ഈ അവസരത്തിലാണ് നൽകുന്നത്.
ഓക്കെ, താങ്ക് യു ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സംഭവം എന്തായാലും കടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ CJP വലിയ പ്രതിഷേധത്തിൽ കൂടിയാണ്. അല്ലെങ്കിലും അതെന്നാ പരിപാടിയാണ്. ഈ CJPയിലെ നേതാക്കളുമായിട്ട് നമ്മുടെ JP നദ്ദയും അതേപോലെ ജിതേന്ദ്ര സിംഗും ഇവർ രണ്ടുപേരുമാണല്ലോ ചർച്ച നടത്തിയത്. ചർച്ച പറഞ്ഞപ്പോൾ പ്രസ് മീറ്റിൽ പറഞ്ഞിരുന്ന കാര്യമാണ് ഇവർ രണ്ടുപേരും FIRകളെല്ലാം റദ്ദാക്കും, ഇവരുടെ പേരിൽ ഒരു നിയമ നടപടിയും ഉണ്ടാവില്ല. ഈ കാര്യം എന്തുകൊണ്ട് സുപ്രീം കോടതി അറിയിച്ചില്ല? സുപ്രീം കോടതിയിൽ കേസ് വരുന്ന സമയത്ത് മിണ്ടാതിരുന്നു നമ്മുടെ തുഷാർ മേത്ത, സോളിസിറ്റർ ജനറൽ. അതാണ് CJPയെ ഇപ്പോൾ പ്രതിഷേധത്തിലാക്കിയിരിക്കുന്നത്. അപ്പോൾ കോടതി ഉത്തരവ് പ്രകാരം കേസ് നടപടികൾ തുടരാം. കേന്ദ്ര സർക്കാരിൻ്റെ ഉറപ്പ് പ്രകാരം നടപടികൾ തുടരില്ല. എന്താ നിങ്ങൾ മണ്ടന്മാരാക്കുക?